അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം അധ്യായം 1, 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. അവർ കഫർനാമിലെത്തി. സാബത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിച്ചു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. കാരണം നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസറായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു, നിശബ്ദനായിരിക്കുക, അവനെ വിട്ട് നീ പുറത്തു വരിക. അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ചസ്വരത്തിൽ അലറിക്കൊണ്ട് പുറത്തു വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അവന്റെ പ്രശസ്തി ഗലീലിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. സുവിശേഷ വിചിന്തനം. കഫർനാമിൽ വെച്ച് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനിൽ നിന്ന് അധികാരത്തോടെ അശുദ്ധാത്മാവിനെ യേശു പുറത്താക്കുന്ന സംഭവമാണ് മാർക്കോസിന്റെ സുവിശേഷം ഇന്ന് വിവരിക്കുന്നത്. അശുദ്ധാത്മാവ് തിന്മ പുറപ്പെടുവിക്കുന്നു. നമ്മിലെല്ലാം പ്രകടമായോ അല്ലാതെയോ തിന്മ കുടികൊള്ളുന്നു. തിന്മ നന്മയെ അശുദ്ധരാക്കുകയും ചെയ്യുന്നു. നമ്മിലെ അശുദ്ധാത്മാക്കളെ അധികാരത്തോടെ പുറത്താക്കുന്നതും തിന്മയിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുന്നതും യേശുവാണ്. വിശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരുക്കത്തോടെ യേശുവിൻ്റെ ബലിയിൽ നമുക്ക് പങ്കുചേരാം.